ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്, മാത്രമല്ല ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും ഷെയർ ആക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇന്ന് ഉമ്മാനെ ഹോസ്പിറ്റൽ പോകാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് അടിക്കൽ തുടക്കൽ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ ഒരു റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സ്പൈസസും സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഡ്രൈഡ് ലെമണും പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, മാത്രമല്ല 2 മാഗി ക്യൂബും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കിലോ അളവിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അളവ് കാണിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റൈസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർന്ന് കിട്ടും കേട്ടോ. നോർമലി നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ നമ്മളതിലേക്ക് ഉപ്പേരി, കറി, മീൻ വറുത്തത് ഒക്കെ ആയിട്ട് ഒരുപാട് ടൈം വേസ്റ്റായി പോകും. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള ദിവസം ഞാൻ കൂടുതലായിട്ടും ഇങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റും ക്യാപ്സിക്കും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ വീട്ടിലിരിപ്പുണ്ടായതുകൊണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മന്തി മസാല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അറബിക് സ്പൈസ് മസാല ഏത് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുക. ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ റൈസ് വറ്റിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരി ഓൾറെഡി ഞാൻ സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അളന്നിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നോർമലി നമുക്ക് ഈ റൈസൊക്കെ റെഡിയാക്കുന്നവർക്ക് അറിയാമല്ലോ എങ്ങനെ റെഡിയാക്കാമെന്ന്. അതുപോലെ തന്നെ ഉണ്ട് ഇതിലേക്കും. അപ്പോൾ ഈ ചിക്കന് ജസ്റ്റ് ഒന്ന് ആ പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആകുമ്പോൾ നമ്മളിതിലേക്ക് ആ റൈസ് ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഗീ റൈസൊക്കെ റെഡിയാക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കൂലേ, അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഈ ഒരു സമയം ഞാൻ ഇതിലേക്കുള്ള സാലഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ആയപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മധൂത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷായി വന്നിട്ട് ഇത് കഴിക്കുകയാണ്. കഴിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം ഇക്കും ഉമ്മയും മാത്രമാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ സച്ചുവിനും ഓൾറെഡി ലീവ് ആയതുകൊണ്ട് സച്ചും കൂടി. അപ്പോൾ പിന്നെ ഇക്ക പറഞ്ഞു ഈയും ലച്ചു മാത്രമേ ഉള്ളൂ, ഏതായാലും നമ്മൾ കാറായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു രസമായിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. കേട്ട് കാക്കോതായിരുന്നു. എന്തിനാണ് കാക്കോതായിരുന്നു?
സച്ച് കുട്ടീനെ കൈ പിടിക്കേ ഇങ്ങട്ടെ ഇവിടെ 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 ലക്ഷ്യോ ഇവിടെ ബേക്കറി ഇവിടെയാണേ. ഹോസ്പിറ്റലിൽ നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. പോരുന്നതാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ തിരിക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.